എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഒരുങ്ങിയത് രാവിലെ ഒന്ന് കുറച്ച് അമ്പലത്തിൽ, കുറച്ചല്ല 3 അമ്പലത്തിൽ പോകാൻ ഓർത്താണ്. ചെറുക്കട അമ്പലത്തിലൊക്കെ പോയിട്ട് ഒത്തിരി കാലമായി. അപ്പം ഈ വന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓർക്കും പോകണമെന്ന്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ടും രാവിലെ പിന്നെ കുളിക്കാനുള്ള മടി കൊണ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് ചിലപ്പോൾ നമ്മൾ പോവാതെ അങ്ങ് പോകും. പിന്നെ അത് കഴിയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, പോയാൽ മതിയായിരുന്നു എന്ന് ഓർക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ ഞാൻ എന്തായാലും പോകണം എന്നെല്ലാം ഇവിടുന്നേ പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത് ബാംഗ്ലൂരിൽ. അപ്പം ഞങ്ങൾ രാവിലെ ഇതേ പോകാൻ ഇറങ്ങി. അപ്പം അച്ഛൻ വരുന്നില്ല കേട്ടോ. അച്ഛൻ രാവിലെ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. അപ്പം ചുമ്മാ ഞാൻ നിന്ന് എല്ലാവരുടെയും കൂടെ ഒരു വീഡിയോ എടുത്ത കേട്ടോ. അപ്പം അച്ഛൻ വരുന്നില്ല കേട്ടോ. അച്ഛൻ ഈ പറഞ്ഞ പോലെ നേരത്തെയൊക്കെ ഏറ്റവും ഇഷ്ടം അച്ഛനായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഇതുപോലെ ട്രാവൽ ചെയ്യുന്നതൊക്കെ. ഇപ്പോഴും ഇഷ്ടമായിരിക്കും, പക്ഷേ എങ്കിലിപ്പം നമുക്ക് കട ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് അച്ഛൻ നടത്തുന്നതാണ് ഷോപ്പ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം നടത്തുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അങ്ങനെ അധികം ലീവൊക്കെ എടുത്താൽ അതുകൊണ്ട് അച്ഛൻ എന്തായാലും ഇപ്പം വരവ് ഭയങ്കര കുറവാണ് കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാനൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ, പിന്നെ അപ്പവും ജോലിക്ക് പോയി അങ്ങനെ. അപ്പം നമ്മൾ ആദ്യമേ കൂപ്പളി അമ്പലത്തിലോട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഈ അമ്പലത്തിൻ്റെ പേര് ഞറക്കലക്കാവ് എന്നാണ് കേട്ടോ. പക്ഷെ ഞങ്ങളെപ്പോഴും കൂപ്പളിയമ്പലം എന്നാണ് പറഞ്ഞത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള അമ്പലം ഇതാണ്. ഈ കൂപ്പളി തന്നെ അച്ഛൻ കട നടത്തുന്നതും കേട്ടോ. അപ്പം ഈ അമ്പലത്തിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു നമ്മൾ പണ്ട് തൊട്ടേ കല്യാണത്തിന് മുന്നേ തൊട്ടേയൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു അമ്പലം എപ്പോഴും തന്നെ വരുമായിരുന്നു കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ഓണം വിഷു അങ്ങനെയൊക്കെ നമ്മൾ ഫസ്റ്റ് പോകുന്ന അമ്പലം ഇതാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലാണല്ലോ നമ്മളെപ്പോഴും പോകുന്നത്. അപ്പം അങ്ങനെ അന്ന് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം നമ്മളിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും കുഞ്ഞിനെയും കൂട്ടി വരുമ്പോഴൊക്കെ നമുക്ക് വേറൊരു ഫീലാണല്ലോ. അപ്പം എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വരുമ്പോൾ എല്ലാ പ്രാവശ്യം ഞങ്ങളോട് അമ്മയും വരുവേ. എനിക്ക് അമ്മ അങ്ങനെ വരുന്നതും ഇഷ്ടമാണ്. പണ്ട് ഞങ്ങളിങ്ങനെ ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ വരുന്ന ആ ഒരു തോന്നലൊക്കെ വരും കേട്ടോ നമ്മളിങ്ങനെ ഒന്നിച്ച് വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരാൾ ഇതേക്ക് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, കാറിലെല്ലാം സ്ക്രാച്ച് വീണ്, എങ്ങനെയാ എവിടുന്നാന്ന് അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്. കാറ് ഭയങ്കര നോട്ടമാണല്ലോ, ആണുങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. അപ്പം കഴിഞ്ഞ ദിവസത്തെ 28 പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ പിന്നെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇത് അമൽജ്യോതി കോളേജ് കേട്ടോ. ഈ നമ്മുടെ കൂപ്പളി അമ്പലം അമൽജ്യോതി കോളേജിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതേ അതിലേ കേട്ടോ. ഇനി അടുത്ത നേരെ നമ്മൾ മണക്കാട്ടമ്പലത്തിലോട്ട് പോകുക കേട്ടോ. മണക്കാട്ടമ്പലത്തിൽ പോകണം, പിന്നെ അവിടുന്ന് ചെറുക്കട അമ്പലത്തിൽ പോകണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. നല്ല കൈത, ഇവിടെ എല്ലാം കൈതയാണ്. ഈ കാണുന്നത് ഈ നമ്മുടെ അമൽജ്യോതി കോളേജിൻ്റെ ഹോസ്റ്റലാണ് കേട്ടോ. അവർക്ക് അത് കോളേജ്, ഇപ്പുറത്തെ സൈഡിലേക്ക് ഇവരുടെ ഹോസ്റ്റൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പിള്ളേർക്ക് ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ കൂടെ. റോഡിലോട്ട് വൈഡിലോട്ട് വേഴവേ വേണ്ട. ഹോസ്റ്റലുള്ളവർക്ക് നേരെ മണ്ടയിൽ ഇങ്ങനെ കടന്നു പോകയില്ല ഇങ്ങോട്ട്. ഭയങ്കര സെറ്റപ്പൊക്കെ അതിനകത്ത്. ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ അകത്തിൽ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. എൻ്റെ കോളേജിലെ എന്തോ ആവശ്യം, ഇങ്ങനെ കോളേജിൽ നിന്ന് എന്തോ പ്രോഗ്രാം വന്നു, അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ മൊത്തം തോട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂപ്പളിയിൽ നിന്ന് മലബാർ കവലയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിലേക്ക് കയറി വിഴുക്കത്തോട് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിലേക്ക് കയറി ഒരു ഇടവഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതായത് ഇത് ഇടവഴി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മെയിൻ റോഡല്ല. മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ കാഞ്ഞിരപ്പള്ളി കൂടി അങ്ങനെയൊക്കെ അമ്പലത്തിൽ പോകാവേ. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനായിട്ട് എളുപ്പവും ഇതാണ്. പിന്നെ പോകാൻ നല്ല ശാന്തസുന്ദരമായ വഴിയും കേട്ടോ. വലിയ തിരക്കോ മറ്റേ അത്രയും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ മണക്കാട് അമ്പലത്തിലോട്ട് വന്നു കേട്ടോ. ഈ ഏരിയയിൽ മണക്കാട്, അതുപോലെ നമ്മുടെ ചെറുക്കട അമ്പലത്തിൻ്റെ ഏരിയയൊക്കെ നമ്മുടെ ബന്ധുക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല, എന്നാൽ പോലും ഇങ്ങനെ നമ്മൾ ഓരോ പരിപാടിക്കൊക്കെ പണ്ടൊക്കെ ഉത്സവത്തിനും അങ്ങനെയൊക്കെ വരുമ്പോൾ കാണാം എല്ലാവരും പരിചയമുണ്ടോ അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുക. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അങ്ങനെ അവിടെ തൊഴുതു. പിന്നെ അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലേ. പിന്നെ നേരെ നമ്മുടെ ചെറുക്കട അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. ചെറുക്കട അമ്പലവും നല്ല അടിപൊളി കേട്ടോ. നല്ലൊരു മൈൻഡ് ഭയങ്കര ഏതമ്പലത്തിൽ പോയാലും നമുക്ക് മൈൻഡിൽ ഭയങ്കര പീസ്, നല്ലൊരു സമാധാനമാണല്ലോ. കുറേ ദിവസത്തേന് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നല്ലോ, അതുകൊണ്ടെല്ലാം ഓക്കെ ആകും, അങ്ങനെ ഒരു ഫീലാണ്. പിന്നെ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് പോവാതിരിക്കുമ്പോഴത്തേ അയ്യോ അമ്പലത്തിൽ പോവാഞ്ഞിട്ടാണല്ലോ എന്നൊരു തോന്നൽ വരും എന്നേലും വരുമ്പോൾ അല്ലേ. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് അങ്ങനെ അമ്പലത്തിൽ പോക്കൊന്നും ഒക്കുന്നുമില്ലേ.
അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് ഇതുപോലെ പോക്കൊക്കെ. അപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒന്നിച്ച് നിന്നു. ഇവർ അച്ഛനും മോനും കൂടെ ഒന്നിച്ച് നിന്നു. അപ്പം അമ്പലത്തിൽ നേദ്യമായിരുന്നു. അപ്പോഴത്തേനും ഞങ്ങളെല്ലാം നേദ്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങണമല്ലോ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ഓർത്തു ഇനിയിപ്പോൾ താമസിക്കും, ഞങ്ങളിന്ന് തിരിച്ച് പുതുപ്പള്ളിക്കും പോകും. അപ്പോൾ പോയേക്കാം പോകുമെന്നാണ് ഹസ്ബൻഡ് പറയുന്നതെന്നോർത്ത് ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയപ്പോൾ രണ്ടുപേരും കാണുന്നില്ല. പിന്നെ നമ്മൾ നേദ്യവും കഴിഞ്ഞ് നമുക്ക് കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവരെ കണ്ടു കിട്ടിയപ്പോഴത്തേനും നമുക്ക് തൊഴുതിട്ട് പോകാം, എന്തിനാ ധൃതി പിടിക്കുന്നത് എന്നാണ് കേട്ടോ ചോദിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറി നല്ല രീതിക്ക് ഭഗവാനെ തൊഴുത് അതെല്ലാം കഴിഞ്ഞ് ഇതേ നമ്മൾ തിരിച്ച് കയറി. അപ്പോൾ ഇതൊരു പജീറോ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട്, അയ്യോ ഈ ആണുങ്ങൾക്കൊക്കെ വണ്ടിക്കാര്യത്തിൽ എനിക്കും ഇഷ്ടം കേട്ടോ, എന്നാലും പജീറോ താറ് ഈ രണ്ട് സാധനം ഇവിടെ ഒരാൾക്ക് പ്രാന്ത കേട്ടോ. അപ്പോൾ അത് പൊൻകുന്നത്ത് ശർക്കര അമ്പലത്തിൻ്റെ അടുത്ത് പജീറോ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ ഈ സംഭവം. അപ്പം അവിടെ വരും, നമുക്കവിടെ കയറി നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നൈസായിട്ട് കൊണ്ടുപോയി കേട്ടോ, തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മളപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് പായസം കിട്ടിയായിരുന്നു കേട്ടോ. അതായത് ഈ നേദ്യമൊക്കെ കഴിയുമ്പോഴാന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ പായസം, ഭഗവാന് നേദിച്ച പായസം ആരിലും നേർന്നിട്ടുള്ളതൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്നാണെങ്കിലും ഇങ്ങനെ പോവാൻ ഇറങ്ങിയപ്പോഴത്തേനും ഒരു ചേച്ചി അവിടെ പായസം ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ വേണോ വേണ്ടയോ എന്നൊക്കെ ഓർത്ത് നിന്നിട്ട് പിന്നെ നേരെ കുപ്പി പോയി മേടിച്ച്. ഇവിടെ തന്നെ കുപ്പിയൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ പ്ലാസ്റ്റിക് കുപ്പിയാവുന്ന പായസമാണെങ്കിൽ ചൂട് തിളച്ച പായസവും. പിന്നെ എന്തോ ചെയ്യാൻ, അപ്പം അമ്മ പറയുമായിരുന്നു ഇതുണ്ടെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് എന്തെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടാലും മതിയായിരുന്നു, പായസം എത്ര വേണമെങ്കിലും കിട്ടും കേട്ടോ. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയും കൂടെ ആയതുകൊണ്ട് വേണോ വേണ്ടോ എന്നൊക്കെ ഓർത്തെങ്കിലും പിന്നെ മേടിച്ചു കേട്ടോ. പിന്നെ മേടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു വെച്ചു കേട്ടോ. പിന്നെ തണുത്തിട്ട് കുടിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. മേടിച്ചത് നന്നായി, ഭഗവാന്റെ നേദ്യമാണല്ലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികം കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ മറന്നു പോയായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. കുറച്ചൊക്കെ ഇതുപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ തിരിച്ച് വീട് ചെന്നിട്ട് എടുക്കണമെന്നൊക്കെ ഓർത്തതാണ്. ഞങ്ങളാണെങ്കിൽ ഇന്ന് തിരിച്ച് പുതുപ്പള്ളിക്ക് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനും അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ ഇന്ന് പുതുപ്പള്ളിക്ക് പോകും, പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം ബാംഗ്ലൂർക്ക് പോകും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ നമ്മൾ ബാംഗ്ലൂർ ചെന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.